വിജയ് സർക്കാർ രൂപീകരിക്കുമോ ഇല്ലയോ എന്ന് നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം. അവിടെ വലിയ നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. AIDMKയും DMKയും കൂടെ സഖ്യമുണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിനെ മറികടക്കുന്ന ചില ചെപ്പടി വിദ്യകളൊക്കെ വിജയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. സത്യത്തിൽ എന്ത് സംഭവിക്കുമോ അവിടെ? അല്ല ഇപ്പോ ഒരു വാർത്ത വന്നത് വിജയ് 118 എന്നുള്ള മാജിക് ഫിഗർ ക്രോസ് ചെയ്തു എന്നാണ്. ഉം. കാരണം അദ്ദേഹത്തിൻ്റെ 108 MLA-മാരോടൊപ്പം തന്നെ കോൺഗ്രസ്, VCK, ഉം. CPI, CPIM തുടങ്ങിയ കക്ഷികളുമുണ്ട്. അവർക്ക് 118 ആയി ഫിഗേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ ഇന്നിപ്പോൾ അല്ലെങ്കിൽ നാളെ നല്ല ശുഭമുഹൂർത്തത്തിൽ ഓസ്പീഷ്യസ് മൊമെൻറ്റിൽ നോക്കിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കും ഗവർണർ. അപ്പം ഇതെന്താ ഈ ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ വിജയ് അദ്ദേഹത്തിൻ്റെ ഓവർ എന്തൂസിയാസം കാരണം ഈ 108 MLA-മാരുടെ പേര് കൊണ്ട് മാത്രമേ പോയുള്ളൂ. കോൺഗ്രസിൻ്റെ കവറിങ് ലെറ്റർ സപ്പോർട്ട് ലെറ്റർ കൊടുത്തു. എന്നാൽ അദ്ദേഹം ഒരേ സമയം ഗവർണറെ കാണുന്ന സമയത്ത് തന്നെ CPM-ൻ്റെയും CPI-യുടെയും VCK-യുടെയും അതുപോലുള്ള ഈർക്കൽ പാർട്ടികളുടെ ആരുടെയെങ്കിലുമൊക്കെ എഴുത്തുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ആശയക്കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഗവർണറെ സംബന്ധിച്ചിടത്തോളം കുതിരക്കച്ചവടം തടയുക എന്നുള്ളതാണ് ഗവർണറുടെ ടോപ്പ് പ്രയോറിറ്റി ഈ സമയത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 118 പേരുടെ ലിസ്റ്റുമായിട്ട് വരും, ഞാൻ നിങ്ങളെ സ്വിയറിങ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ 108 പേരെ കൊണ്ടുവച്ച് നിങ്ങൾ എപ്പോൾ സപ്പോർട്ട് ചെയ്യും, എപ്പോൾ ബാക്കിയുള്ളവരുടെ പേര് പറയുന്നു വെച്ചപ്പോൾ 2 ആഴ്ച 3 ആഴ്ച അത് തട്ടിപ്പ് പരിപാടിയാണ്. അത് എന്താ ഗവർണർ സമ്മതിക്കില്ല, അത് ആരാണെങ്കിലും സമ്മതിക്കില്ല. പറയും ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് ക്ഷണിക്കണം എന്ന് പറയും. അയാൾക്ക് നിയമസഭയ്ക്കകത്ത് എന്താ മജോറിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടതും അയാളുടെ ചുമതലയല്ലേ. പിന്നെ ഞാൻ മറ്റന്നാൾ കൊണ്ടുവരാം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടുവരാം, 4 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു മറുപടിയല്ല. ഭരണഘടനയിൽ അതൊക്കെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഗവർണറുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഏത് ആംഗിളിൽ നിന്നിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പം ചിലർ പറയും BJP-യുടെ സൈഡിൽ നിന്നിട്ടാണ് പറയും ഗവർണർ ചെയ്തത് ശരിയാണെന്ന് പറയും. കോൺഗ്രസും CPM-ഉം CPM പറയും ഗവർണർ ചെയ്തത് തെറ്റാ, ഗവർണർ ഉടനെ തന്നെ വിജയനെ സ്വിയറിങ് ചെയ്യിപ്പിക്കണം എന്ന് പറയും. എന്നാൽ പിന്നെ ഇവർക്ക് എഴുത്തെഴുതി കൊടുക്കായിരുന്നില്ല ഞങ്ങളിതാ വിജയനെ സപ്പോർട്ട് ചെയ്യുന്നു, അതൊട്ട് ചെയ്യല്ല. അതിന് അല്ല, ഗവർണർക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചിട്ടയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനനുസൃതമായി മാത്രമേ ഗവർണർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അത്രേ ഉള്ളൂ, ഇപ്പോ അത്രേ ഉള്ളൂ. വിജയുടെ കാര്യത്തിൽ AIDMKയും DMKയും വൈര്യം മറക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും വിജയ് അതിനെ ഓവർകം ചെയ്യുക? അല്ല, വിജയ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം DMKയും AIADMKയും ഒന്നാകും, അവരൊരുമിച്ചൊരു ഗവൺമെൻറ് ഫോം ചെയ്യും എന്ന് പറയുന്നത് തന്നെ ഒരു മൂന്നാമത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ കിട്ടിയിരിക്കുന്ന മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അതവരൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നില്ല. DMKയും AIADMKയും അവർക്ക് ഇപ്പോൾ ഭരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ 118 കൂടുതൽ സീറ്റ് DMKയുടെ മുന്നണിക്ക് കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ലല്ലോ. AIADMK മുന്നണിക്ക് കിട്ടിയിട്ടുണ്ടോ 118 സീറ്റ്? അതിൽ കൂടുതലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരോട് പ്രതിപക്ഷത്തിരിക്കാനും വിജയ് എന്താ പറയുന്നത് കൂടുതൽ രാഷ്ട്രീയ കൂടുതൽ MLA-മാർ സഹിതം വിജയ് ജയിച്ചു. അയാൾക്കാണ് ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ടുള്ള അവസരം എന്നാണ് ജനങ്ങളുടെ മാൻഡേറ്റിൽ നിന്ന് നമ്മൾ തെളിയുന്നത്. 118 അയാൾക്കും ഇല്ല. പക്ഷെ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഈർക്കൽ പാർട്ടികളുടെ സഹായത്തോടു കൂടി ഈ ഗവൺമെൻറ് ഫോം ചെയ്യണം. പക്ഷെ അയാൾ കാണിച്ചത് മണ്ടത്തരാണ്. അയാൾ കോൺഗ്രസിൻ്റെ ലെറ്റർ ഓഫ് സപ്പോർട്ട് മാത്രമാണ് ഗവർണർക്ക് കൊണ്ട് കൊടുത്തത്. അപ്പോഴും 108ഉം 5ഉം 113 ആയുള്ളൂ. പിന്നെയും വേണം 5 സീറ്റ്. ആ 5 സീറ്റിന് വേണ്ടിയിട്ടാണ് അയാൾ ഇത്ര നാൾ ഓടിപ്പാഞ്ഞ് നടന്നത്. ഈ ഗവർണറെ കുറ്റം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും കൂട്ടത്തിൽ. CPI, CPIM ഒക്കെ. ഇവർക്ക് നേരത്തെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഇവർക്ക് നേരത്തെ തന്നെ ലെറ്റർ കൊടുത്താൽ മതിയായിരുന്നു ഗവർണർക്ക്. എങ്ങനെയാണ് മറികടന്നിരിക്കുന്നത് വിജയ്? ഇതിപ്പോൾ അവരെഴുതി കൊടുത്തിട്ടുണ്ടാവും. CPM, CPI, VCK തുടങ്ങിയ കക്ഷികൾ ഗവർണർക്ക് എന്താ പറയണേ എഴുത്തെഴുതി കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ VCKന് അല്ലെങ്കിൽ വിജയന് TVKയുടെ നേതാവ് വിജയന് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 118 ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഭൂരിപക്ഷമായി. അപ്പോൾ ഉടനെ തന്നെ അയാളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക, അതിനകത്ത് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. പക്ഷേ ഈ വിജയുടെ ഓവർ എന്തൂസിയാസം കാരണം, അതല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടത്ര രാഷ്ട്രീയ പക്വതയില്ലാത്തത് കാരണം ചീത്തപ്പേര് കേട്ടത് BJPക്ക് ആയിപ്പോയി. അതെങ്ങനെ?
ഗവർണറെ ചീത്ത പറയണില്ല. എന്നിട്ട് അവർ ഓക്കെ. പറയണ BJP-യുടെ കുത്തിത്തിരിപ്പുകാരനാണ്, എന്താ ഗവർണർ ഇയാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കാത്തതെന്ന് പറഞ്ഞുണ്ടാക്കി. അതിനിടയ്ക്ക് DMK-യും AIDMK-യും കൂടി ഒന്നായിട്ട് ഇന്ന് തമ്പിദുരൈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. തമ്പിദുരൈ എന്ന് പറഞ്ഞാൽ അവരുടെ സീനിയർ AIDMK ലീഡറാണ്, മുൻ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്നു. അയാൾ പറഞ്ഞു എടപ്പാടി പഴനിസ്വാമിയാണ് മുഖ്യമന്ത്രിയാവുക, AIDMK-യും DMK-യും തമ്മിൽ സഖ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ കനിമൊഴി എടുത്തിട്ട് ചോദിച്ചപ്പോൾ കനിമൊഴി പറഞ്ഞു സിറ്റുവേഷൻ ഇപ്പോഴും ഫ്ലൂയിഡാണ്, ഒന്നും പറയാറായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വേറൊന്ന് ഞാൻ കേൾക്കുന്നത്, ഈ സ്റ്റാലിൻ തോറ്റുമല്ലോ, അപ്പോൾ അതെ. DMK-യുടെ ഹെഡ് നിയമസഭയിലേക്കകത്ത് ഉദയനിധി സ്റ്റാലിനായിരിക്കും. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രശ്നം, അയാൾ സിനിമാ പ്രൊഡ്യൂസറൊക്കെയാണ്. അയാൾക്ക് റെഡ് ജയൻസ് ഇൻ്റർനാഷണൽ എന്നിട്ട് പറഞ്ഞ അവർക്ക് സിനിമ കമ്പനിയുണ്ട്. ഈ സിനിമയിൽ പലതിലും വിജയ് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ വിജയ് മുഖ്യമന്ത്രിയും ഇയാൾ എന്താ പറയുക, കേവലം ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് വലിയ പാടാണ്, എനിക്കത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അയാളുടെ തന്തയോട് പറഞ്ഞത് കാരണം, തന്ത മീൻസ് ചീത്തവേടല്ല കേട്ടോ, തന്ത മറ്റേ സ്റ്റാലിനോട് പറഞ്ഞത് കാരണം സ്റ്റാലിൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് നിർബന്ധിതനായിട്ടുണ്ടാവാം DMK-യും AIDMK-യും. പക്ഷെ ഇപ്പോൾ ഈ വിജയ്ക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് കാരണം ആ ഒരു പ്രശ്നം വരുന്നില്ല. DMK-യും AIDMK-യും തമ്മിലുള്ള ഒരു സഖ്യം വരുന്നില്ല. കാരണം അങ്ങനെ ഒരു സഖ്യം വന്നാൽ അത് പബ്ലിക് മാൻഡേറ്റിനെ തകർക്കുന്നതിന് തുല്യമാണത്. ജനങ്ങളുടെ മാൻഡേറ്റിനെ അങ്ങനെയാണെങ്കിൽ DMK-യും AIDMK-യും തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യം ഉണ്ടാക്കായിരുന്നില്ലേ? അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടത്. പരാജയം അതുപോലെ തന്നെയാണ് വിജയിയുടെ കാര്യം. വിജയ് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുമെന്ന് വിജയ് പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന എന്താ പറയാ ഒരു പെടപ്പുണ്ടല്ലോ. അതെ അതെ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, ഇത് എവിടെ കൊടുക്കണം, ഇത് ആരെയൊക്കെ വിളിക്കണം, ആകെ ഒരു വെപ്രാളം ഉണ്ട് വിജയ്ക്ക്. ഇത് ഈ ഗവൺമെൻറ് ഫോം ചെയ്യുമ്പോൾ വെപ്രാളം പാടില്ലല്ലോ. എല്ലാത്തിനും ഒരു മെച്യൂരിറ്റി, ഒരു പക്വതയോടുകൂടി വേണം ചെയ്യാനായിട്ട്. അയാൾക്ക് വേണ്ടത്ര രാഷ്ട്രീയ ഉപദേഷ്ടാക്കളില്ല. അതിനിടയ്ക്ക് ഇന്ന് രാവിലെ ഞാൻ കേട്ടു, ഇയാളുടെ ഒരു അഡ്വൈസർ ഉണ്ട്, അർജുൻ അർജുൻ അധവൻ എന്നിട്ട് പറഞ്ഞൊരു ബ്യൂറോക്രാറ്റാണ്. അയാൾ പറഞ്ഞിട്ടാണ് പോലും കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിന്ന് ഇയാൾ ലെറ്റർ ഓഫ് സപ്പോർട്ട് മേടിച്ചത്. പക്ഷെ അന്ന് ഈ AIDMK-യിൽ നിന്നും കാലുമാറി TVK-യിൽ ചേർന്ന് AIDMK-യുടെ മുൻ മുതിർന്ന നേതാവുണ്ട്, എന്താ ചെങ്കോട്ടയൻ അയാളോട് പറഞ്ഞു കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെ അയാൾ അത് ഓവർ റൂൾ ചെയ്തു പോയി കോൺഗ്രസിൻ്റെ അടുത്ത് നിന്ന് എഴുത്തം മേടിച്ചു. ഈ കോൺഗ്രസിന്റെ സപ്പോർട്ട് വല്ലാത്തൊരു സപ്പോർട്ടായി പോയി. കാരണം DMK-ന്ന് നേരെ മറുകണ്ഠം ചാടുകയല്ലേ. അത് കോൺഗ്രസ് പണ്ട് തൊട്ടേ അങ്ങനെയല്ലേ, അത് കോൺഗ്രസിന്റെ ചരിത്രം അറിയില്ലേ? ഇല്ലാത്തൊരു ചാട്ടമായി പോയി. അത് ആ പാർട്ടിയെ വിശ്വസിച്ചിട്ടുള്ളവരൊക്കെ മണ്ടന്മാരായിട്ടുണ്ട്. അതായത് ആദ്യത്തെ സംഭവം നടക്കുന്നത് 79-ലാണ്. മൊറാർജി ദേശായിനെ താഴെ ഇറക്കാൻ വേണ്ടി ചരൺ സിംഗിനെ അവർ കൂട്ടുപിടിച്ചു. നിങ്ങൾ പ്രധാനമന്ത്രി ആയിക്കോ, നിങ്ങൾ ഫുൾ ടൈം ഭരിച്ചോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെന്ന് പറഞ്ഞു. പാവം ചരൺ സിംഗ്, അയാൾ നേരെ പോ എന്നുള്ള പോളിസിയിൽ വിശ്വസിക്കുന്നതാണ്. അയാൾ ഇതൊന്നും മനസ്സിലാവാണ്ട് അയാൾ പറഞ്ഞു ഞങ്ങൾ പുറത്തു വരിക, എനിക്കാണ് പ്രധാനമന്ത്രിയാവാൻ യോഗ്യൻ, ഞാനാണ് പ്രധാനമന്ത്രിയാവാൻ യോഗ്യൻ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പാവം. എന്നിട്ട് റേഡിയോയിൽ കൊടുത്ത ഇൻ്റർവ്യൂ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മൈ ലൈഫ് അംബിഷൻ ഹാസ് ബിൻ ഫുൾഫിൽഡ് എന്നാ ഹിന്ദിയിൽ അയാൾ പറഞ്ഞ്. അതായത് ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂവണിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെൻറ്റ് ഫേസ് ചെയ്യാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി ഉള്ളൂ, അത് ചരൺ സിംഗാണ്. കാരണം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് പിൻവലിച്ചു. ചരൺ സിംഗ് ഗോപി വിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കാലം കുറച്ച് കഴിഞ്ഞിട്ട് VP സിംഗ് പ്രധാനമന്ത്രിയായി. അപ്പോൾ VP സിംഗ് പ്രധാനമന്ത്രി 89-ലും പോയി കഴിഞ്ഞാൽ ബോഫോഴ്സ് കേസിൻ്റെ അന്വേഷണം ചൂടുപിടിക്കണമെന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കോൺഗ്രസ് ചന്ദ്രശേഖറിനെ കൊണ്ട് കാലുവാരിപ്പിച്ചു. ചന്ദ്രശേഖറിന് പ്രധാനമന്ത്രിയാവാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം നല്ല മനുഷ്യനായിരുന്നു ചന്ദ്രശേഖറേയും. എന്നാലും അവർ ആ മന്ത്രിസഭ താഴെ ഇറക്കി, സപ്പോർട്ട് പിൻവലിപ്പിച്ചു ചന്ദ്രശേഖറിനെ കൊണ്ട്. ചന്ദ്രശേഖർ ആകൂടി 10-20 MP-മാരെ കൊണ്ട് പുറത്തേക്ക് വന്ന് ഗവൺമെൻറ് വീണു. എന്നിട്ട് ഇവർ കോൺഗ്രസ് പ്രോപ്പപ്പ് ചെയ്ത് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി. അതായത് തലയിരിക്കുമ്പോൾ വാലാടുക എന്ന് പറഞ്ഞില്ലേ, അതാണ് അവിടെ കണ്ടത്. 20 MP-മാരുള്ള കോൺഗ്രസ്സിന് ഇപ്പം ചന്ദ്രശേഖറിൻ്റെ പാർട്ടീനെ 190 മറ്റേ MP-മാരുള്ള കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞിട്ടപ്പോൾ ചന്ദ്രശേഖറിനെ പിടിച്ചൊളിച്ച് താഴ്ത്തിട്ടു. എൻ്റെ വീട്ടിൽ പോലീസുകാരെ വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് രാജീവ് ഗാന്ധി.
അത് അങ്ങനെയാണ് 2001 1991 തെരഞ്ഞെടുപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞ് 96 വരെ നരസിംഹറാവു പ്രധാനമന്ത്രിയായി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് എന്താ 13 ദിവസത്തെ BJP ഗവൺമെൻറ്, അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പരാജയപ്പെട്ടു. ദെൻ അത് കഴിഞ്ഞിട്ട് ദേവഗൗഡ എന്ന് പറഞ്ഞ പാവം കർണാടക മുഖ്യമന്ത്രി, അയാളെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കി. കഷ്ടി ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ മന്ത്രിസഭ പിരിച്ചുവിട്ടു. കാരണം ദേവഗൗഡ ഇവർ പറഞ്ഞ താളത്തിനൊന്നും തുള്ളിയില്ല. അപ്പോൾ ദാറ്റ് ഓൾഡ് മാൻ ഇൻ എ ഹറി ഹീ ഷുഡ് ഗോ എന്ന് തള്ള പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിരിച്ചുവിട്ടു, അയാളെ താഴ്ത്തിറക്കി. എന്നിട്ടാണ് IK ഗുജറാൾ, ഒരു ഊശാന്താടി വെച്ചൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഓർക്കാനല്ലേ, മനുഷ്യരോട് വർത്തമാനം പറയില്ലാത്തൊരു പുള്ളി ഉണ്ടായിരുന്നു. എവിടെയോ കിടന്നിരുന്നാണ് അയാൾ. പണ്ടെങ്ങാണ്ട് ഒരു ക്യാബിനറ്റ് മന്ത്രിയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡൽഹി 5 സ്റ്റാർ കൾച്ചറിൽ നന്നായിട്ട് വിസ്കി കുടിക്കുന്ന മനുഷ്യനാണ്. അയാളെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ തട്ടി താഴ്ത്തിട്ട്. എന്നിട്ട് അത് എന്തൊക്കെയോ കാരണങ്ങൾ പറയണേ, മറ്റേ രാജീവ് ഗാന്ധി കേസ് അന്വേഷണമായിട്ട് തക്കർ കമ്മീഷൻ റിപ്പോർട്ടും പിന്നെ ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള അന്വേഷണം നടത്തണമെന്ന് കണ്ടിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഇവരെ പുറത്തേക്ക് ആക്കിയത്, ഗുജറാളിനെ പുറത്താക്കിയത്. ഇത് ഇത്രയും വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അനുനിമിഷം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, ഏറ്റവും ഒടുവിൽ സംഭവിക്കുക എന്ന് പറയുന്നത് വിജയുടെ സത്യപ്രതിജ്ഞ ആയിരിക്കുമോ എന്നുള്ളതാണ്. വിജയ്ക്ക് ഒരു സീറ്റ് രാജിവെക്കണം, അവിടെ മറ്റൊരാൾ മത്സരിക്കണം, ഉപമുഖ്യമന്ത്രിയായിട്ട് തൃഷ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. തൃഷേനയുള്ള കല്യാണം കഴിക്കാൻ പോവല്ലേ? കല്യാണം കഴിക്കുന്നു എന്നുള്ളത് അറിയില്ല. കല്യാണം കഴിക്കാൻ അയാളുടെ ഭാര്യനെ ഡൈവോഴ്സ് ചെയ്തല്ലോ. മറ്റേ ബ്രിട്ടനിൽ നിന്ന് വന്ന കുട്ടീനെ തല്ലി ഓടിച്ചു. ഈ ഇത്രയും സാഹചര്യങ്ങൾ അവിടെ വിജയ്ക്ക് എതിരെ നിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ട് വിജയ് ഇനിയും. അത് കുഴപ്പമില്ല, അയാൾ ഫേസ് ചെയ്യും, അയാൾ ജയിപ്പിച്ചോളും. 108ാമത്തെ MP അയാൾ ജയിപ്പിച്ചോളും അവിടെ. അത് ജയിക്കും. അയാൾ ഉപതെരഞ്ഞെടുപ്പ് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് അയാൾ ജയിച്ചു. പക്ഷേ കാര്യം 5 MLA കോൺഗ്രസിനുള്ളെങ്കിൽ അയാൾക്ക് കോൺഗ്രസിന് എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. കോൺഗ്രസ്സുകാരുടെ ഒരു നേച്ചറുണ്ട്, അന്നന്ന് കാണുന്ന ആൾക്കാരെ അന്നന്ന് കാണുന്ന മാമുനിയെ വാഴ്ത്തുന്നു സോദരൻ എന്നിട്ട് പറഞ്ഞൊരു പഴഞ്ചൊല്ലില്ല, അതുപോലെയാണ് കോൺഗ്രസ്. ഇത്രയ്ക്കും എന്താണ് പറയുന്നത്, പാരവയ്പ്പിൻ്റെയും കോലുവയ്പ്പിൻ്റെയും നശിപ്പിക്കാനായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലെങ്കിൽ അഥവാ ഇസ്ലാമിക് നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും പ്രോപ്പർട്ടി. അവർ ഇയാളെ എത്ര ദിവസം ഭരിക്കാൻ സമ്മതിക്കുന്നുള്ളത് അത് കണ്ടറിയണം. വേറെ ഏത് കാര്യത്തിലേക്കാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അവർ ഇയാളെ കുഴിയിലിറക്കിയിട്ടില്ലെങ്കിലേ അത്ഭുതം ഉണ്ടാവുള്ളൂ. കോൺഗ്രസിൻ്റെ ജീൻസിൽ DNA ആരെയും എന്താ പറയണത് രക്ഷപ്പെടുത്താനല്ല, അവർ നശിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരില്ലായ്മ ചെയ്തു. കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഇല്ലാതെ കണക്ക് പറഞ്ഞാൽ കുറേ അധികം പേരുടെ പേര് പറയേണ്ടി വരും. അപ്പോൾ അത് വിജയ് കോൺഗ്രസിനെ ഒരുപക്ഷെ കോൺഗ്രസിനെ ആശ്രയിക്കാതെ വിജയ് AIADMKക്ക് ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്ത് തന്നെ വിജയിനെ. അയാളെ മുഖ്യമന്ത്രി ആവാനുള്ള ആർത്തി കാരണവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരു ആശയക്കുഴപ്പം കാരണം ഇങ്ങനെയൊക്കെ വന്നു. ഇപ്പോൾ കോൺഗ്രസ് DMK പറയുന്നു കോൺഗ്രസിനെ തൊടൂല, ഞങ്ങളുടെ സീറ്റിനടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല എന്ന്. അത് തന്നെ ഒരു അൺടച്ചബിലിറ്റി അല്ലേ? അവർ മോശമാണോ കോൺഗ്രസ്സുകാർ? ഇത്രയോ നാളും കൂടെ നടന്ന ആൾക്കാരാണ് കോൺഗ്രസും DMK. ഈ സോണിയ കരിമൊഴിയെയും പിന്നെയൊക്കെ രാജേനെയൊക്കെ 2G സ്പെക്ട്രം കേസിൽ രക്ഷിക്കാനായിട്ട് കോൺഗ്രസ് വളരെയധികം ബുദ്ധിമുട്ടിയതാണല്ലോ. പിന്നെ കോടികളുടെ അഴിമതിയാണല്ലോ നടത്തിയിരുന്നത്. എന്നാലും അവർ പാവങ്ങളെ നടത്തി ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടയച്ചാണ്. ആ കോൺഗ്രസിനോട് ഇവർക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം എന്താ? ഒന്നും നടക്കില്ല. ഒരു കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഈ DMKയുടെ ചില്ലറ നേതാക്കന്മാരല്ലേ പറയണേ, ഞങ്ങളും അവർ ഒരുമിച്ചിരിക്കില്ല തൊടൂല എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും, അവരെവിടെ പോകാൻ അവരിവിടെ തന്നെ വരുന്നതാണ് പറയുന്നത് കോൺഗ്രസ്സുകാർ. പക്ഷെ വിജയ് മിക്കവാറും എന്താ പറയുക നാളെയോ അല്ലെങ്കിൽ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു പത്രക്കാരെ കാണേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
4:30 ഗവർണർ 4:30 5 മണിക്കൊക്കെ ഗവർണറുടെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആകെക്കൂടി നമുക്ക് ചില സമയത്ത് നമുക്ക് അറിയില്ല, സ്ഥലകാല വിഭ്രാന്തി ഉണ്ടാവും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വിജയ് പെട്ടുപോയി കഴിഞ്ഞപ്പോൾ മറ്റവർ DMK AIADMK മൾട്ടിപർപ്പസ് ലക്ഷ്യത്തോടു കൂടിയാണ് അവർ അങ്ങനെ ഒരുമിക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവർക്കെതിരെ അഴിമതി കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതെങ്ങാനും കോടതി പോയി കഴിഞ്ഞാൽ സ്റ്റാലിൻ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും, എടപ്പാടി പഴനിസ്വാമി ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാനായിട്ടായിരിക്കും അവർ ശ്രമിച്ചിട്ടുണ്ടാവുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.